4 മണി വാർത്തയിലേക്ക് വിശദമായി. അരിക്കൊമ്പനെ മാറ്റണമെന്ന ഉത്തരവിൽ മാറ്റമില്ലെന്ന് ഹൈക്കോടതി. പറമ്പിക്കുളത്തേക്കാൾ മെച്ചപ്പെട്ട സ്ഥലമുണ്ടെങ്കിൽ സർക്കാരിന് നിർദ്ദേശിക്കാം. ഇതിന് ഒരാഴ്ച സമയം അനുവദിച്ചു. കോടതിക്ക് ഒരു നിർദ്ദേശവും നൽകാനാവില്ല. പറമ്പിക്കുളം നിർദ്ദേശിച്ചത് കോടതിയല്ല, വിദഗ്ധ സമിതിയാണ്. ജനപ്രതിനിധികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും കോടതി വിമർശിച്ചു. 19-ന് വിഷയം വീണ്ടും പരിഗണിക്കും. കോടതിക്ക് സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ടുവെന്നും പ്രതിഷേധങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും നെന്മാറ MLA കെ ബാബു പ്രതികരിച്ചു. അരിക്കൊമ്പനെ വനം വകുപ്പിന്റെ ആന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതാണ് സർക്കാരിന് മുന്നിലുള്ള ഫലപ്രദമായ വഴിയെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. എവിടേക്ക് മാറ്റിയാലും പ്രതിഷേധ സാധ്യതയുണ്ട്. ജനങ്ങളുടെ ദുരിതം കണ്ടില്ല എന്നടിക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എവിടെ മാറ്റിയാലും ഈ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകാനിടയില്ലേ എന്ന ആശങ്ക സർക്കാരിനുണ്ട്. ജനങ്ങളുടെ ആശങ്കയും വന്യജീവികളുടെ സുരക്ഷയും പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് സർക്കാർ നാളിതുവരെ ആലോചിച്ചിട്ടുള്ളത്. ഒരു പൊതുസമൂഹത്തിന്റെ പൂർണ്ണമായ എതിർപ്പും ആശങ്കയും കണ്ടില്ലെന്ന് നടിച്ച് നിയമപരമായി മാത്രം നീങ്ങാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ വന്നിട്ടുള്ളത്. കോടതി, നീതിന്യായ കോടതി എന്നുള്ള നിലയിൽ നിയമപരമായ കാര്യങ്ങളിൽ കോടതിയുടെ തീരുമാനങ്ങളെയും വിധിയെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഈ പറമ്പിക്കുളത്ത് നിന്നുണ്ടായ പ്രതിഷേധത്തിന്റെ അലയൊലിയായിട്ടാകണം ഈ കോടതി വിധി എന്ന് കരുതാൻ കഴിയുമോ? MS അനീഷ് കുമാർ, കൊച്ചിയിൽ നിന്ന്. എൽദോ, ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാൽ, ശാന്തൻപാറ മേഖലകളിൽ ഭീതി വിതച്ചിരുന്ന അരിക്കൊമ്പൻ എന്ന ആനയെ ചിന്നക്കനാലിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് മാറ്റാനാണ് നേരത്തെ കോടതി ഉത്തരവിട്ടത്. കോടതി നിയോഗിച്ച ഒരു വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത്. എന്നാൽ ആനയെ മാറ്റുന്ന സ്ഥലമായ പറമ്പിക്കുളത്ത് വലിയ ജനകീയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയരുകയും പറമ്പിക്കുളം പ്രതികരിക്കുന്ന നെന്മാറ MLA കെ ബാബു ഇക്കാര്യത്തിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിരുന്നു. ഈ ഹർജിയിലാണ് ചിന്നക്കനാലിൽ നിന്നും ആനയെ മാറ്റണമെന്ന കാര്യത്തിൽ ആ ഒരു ഉത്തരവിൽ മാറ്റമില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നത്. പക്ഷേ ആനയെ കൂട്ടിലടയ്ക്കാൻ കഴിയുകയുമില്ല. മെരുക്കി കൂട്ടിലടച്ച് വളർത്താമെന്ന രീതിയിലുള്ള ആ കണക്കൂട്ടൽ വേണ്ട എന്നും പറയുന്നു. പറമ്പിക്കുളത്തേക്ക് ആനയെ മാറ്റണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തത് കോടതിയല്ല, വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് പറയുന്ന സർക്കാർ നിലപാട് നിരുത്തരവാദപരമാണ് എന്നും കോടതി പറഞ്ഞു. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഈ സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ എവിടെയെങ്കിലും ഈ ആനയെ കൊണ്ടുവിടാൻ പറ്റിയ ഇടങ്ങളുണ്ടെങ്കിൽ സർക്കാരിന് അത്തരമൊരു സ്ഥലം കണ്ടെത്താം. ആ കാര്യം ഒരാഴ്ചക്കുള്ളിൽ കോടതിയെ അറിയിക്കണമെന്ന നിർദ്ദേശവും നൽകി. 19-ന് കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. എന്തായാലും കേസ് പരിഗണിക്കുന്നതിനിടെ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. സ്വാഭാവികമായ വനമേഖലയിൽ പുൽമേടുകളും മറ്റും വെട്ടിത്തെളിച്ച് യൂക്കാലി മരങ്ങൾ നട്ടുപിടിപ്പിച്ച സർക്കാരുകളാണ് ഇത്തരത്തിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് കോടതി കുറ്റപ്പെടുത്തി. ആനകളെ പിടികൂടി കൂട്ടിലടയ്ക്കുന്നതല്ല ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം. ആനകൾ ജനവാസ മേഖലകളിലേക്ക് വരുന്നത് തടയുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് സർക്കാർ മാത്രമാണ്. ഈ അതിർത്തി മേഖലകളിലെ അല്ലെങ്കിൽ വനമേഖലയോട് ചേർന്നുള്ള ഇടങ്ങളിലെ ജനപ്രതിനിധികളും MLA-മാരുമൊക്കെ സർക്കാരിൻ്റെ ഈ വീഴ്ചകൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന കാര്യവും കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനമായി ഉയർന്നു. ഒപ്പം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്കൊരു ആനയെ പോലും കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത വിധം ഈ സമൂഹം സ്വാർത്ഥരായി മാറിയോ എന്ന ചോദ്യവും ചോദിച്ചിരിക്കുന്നു. എന്തായാലും പറമ്പിക്കുളംകാർക്ക് താൽക്കാലികമായി ആശ്വസിക്കാം. അവരുടെ MLA സമർപ്പിച്ച ഹർജി ഇന്ന് തീർപ്പാക്കിയെങ്കിൽ പോലും മറ്റൊരിടം പരിഗണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉചിതമായ മറ്റേതിടമാണ് ഉള്ളതെന്ന് പരിഗണിച്ച് അഭിപ്രായം പറയാൻ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി ഒരാഴ്ചത്തേക്കെങ്കിലും പറമ്പിക്കുളത്തേക്ക് ആന ചെല്ലില്ലെന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇത്രയും വലിയ ജനകീയ പ്രതിഷേധം മറ്റും ഉയരുന്ന സാഹചര്യത്തിൽ മറ്റിടങ്ങൾ കൂടി സർക്കാരിനെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ ഒരു തെരച്ചിൽ ഉടൻ തന്നെ സർക്കാർ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, MS അനീഷ് കുമാറാണ് വിശദാംശം നൽകിയത് കൊച്ചിയിൽ നിന്ന്. പറമ്പിക്കുളത്തെ പ്രതിഷേധം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് കെ ബാബു MLA പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ ഇത് പുനഃപരിശോധനയുടെ ഭാഗം എന്ന നിലയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഏറ്റവും മറ്റൊരു മേഖല ഏതാണ് എന്ന് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുക മാത്രമല്ല ഒരാഴ്ചക്കകം ആ ഒരു തീരുമാനമെടുത്ത് കോടതിയെ അറിയിക്കുകയും 19-ാം തീയതിക്ക് വീണ്ടും ഇത് വിധി പറയാൻ
എന്ന നിലയിലേക്ക് മാറ്റിവെച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയമാണ്. റിവ്യൂ തള്ളിയാലും ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ കോടതി എടുത്തിട്ടുള്ളൊരു തീരുമാനം പറമ്പിക്കുളം എന്ന തീരുമാനത്തിൽ നിന്നും മാറ്റമുണ്ടാക്കി ഗവൺമെൻറ് പറയട്ടെ മറ്റൊരിടം ഏറ്റവും സുരക്ഷിതമായ ഇടം എന്ന നിലയിലേക്ക് ഇപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് കിടക്കുന്നത്. തീർച്ചയായും പറമ്പിക്കുളത്തെ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. ജനസാന്ദ്രത കൂടുതലുള്ള ജന്മം കൊണ്ട് തന്നെ പറമ്പിക്കുളത്ത് ജനിച്ച് വളർന്ന് മരിക്കുന്നത് വരെയും അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനവിഭാഗം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ളത്. മറ്റു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ റിവ്യൂ ഹർജി തള്ളി. ഹർജി നിലനിൽക്കില്ലെന്ന് ലോകായുക്ത വ്യക്തമാക്കി. കേസിൽ ഫുൾ ബെഞ്ച് ജൂൺ 5-ന് വിശദമായ വാദം കേൾക്കും. ആരെയെങ്കിലും പേടിച്ച് ഉത്തരവെഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യുന്ന ആളുകളല്ലെന്നും ഹർജിക്കാരൻ വിമർശിച്ചെന്ന് കരുതി അത് കേസിനെ ബാധിക്കില്ലെന്നും ലോകായുക്ത പരാമർശിച്ചു. ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് ഹർജിക്കാരൻ RS ശശികുമാർ പറഞ്ഞു. VV വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിനോദ്, ഈ ഹർജിക്കാരന്റെ പ്രതികരണം എന്തായിരുന്നു? അതിനുശേഷം ഒപ്പം ലോകായുക്ത വ്യക്തമാക്കുന്നത് എന്താണ്? കേസിന്റെ സ്ഥിതി പരിശോധിച്ചാൽ ഉടനൊന്നും ഒരു തീർപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു അന്തിമ വിധിയിലേക്ക് എത്തുന്ന സാഹചര്യമില്ല. ഇന്ന് റിവ്യൂ ഹർജിയായിരുന്നു. അതായത് 3-അംഗ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള നേരത്തെ ലോകായുക്ത പുറപ്പെടുവിച്ച വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള റിവ്യൂ ഹർജിയാണ് രാവിലെ ലോകായുക്തയിൽ വന്നത്. പക്ഷെ ആ റിവ്യൂ ഹർജി തള്ളുന്നു. മാത്രമല്ല 3-അംഗ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള നേരത്തെയുള്ള വിധി ശരിവെക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ലോകായുക്തയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആരെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടി അനുകൂലമായി വിധി എഴുതുകയും ഭയപ്പെട്ട് അല്ലെങ്കിൽ വിധി എഴുതി കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ആളുകളല്ല തങ്ങൾ. ഇവർ ചെയ്യുന്നത് ഇവർ എന്തെന്ന് അറിയുന്നില്ല എന്ന ചില പരിഹാസ പരാമർശങ്ങൾ കൂടി ലോകായുക്തയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായിരുന്നാലും ഇപ്പോൾ ഹർജിക്കാരൻ ചില പരാമർശങ്ങൾ ടെലിവിഷനിലും അല്ലെങ്കിൽ ലോകായുക്തയെ വിമർശിക്കുന്ന നിലപാടുമൊക്കെയും സ്വീകരിച്ചു. ഇതൊന്നും തന്നെ കേസിന്റെ മെറിറ്റിനെ ബാധിക്കില്ല. ഇനി 3-അംഗ ബെഞ്ച് വരുമ്പോൾ ഇത് വിശദമായി പരിശോധിക്കുകയും വാദങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഇപ്പോൾ ഭിന്ന വിധിയിലാണ് നിൽക്കുന്നത്. ഡിവിഷൻ ബെഞ്ച് 2 പേരുള്ളതിൽ 2 പേർ ലോകായുക്തയും ഉപലോകായുക്തയും വ്യത്യസ്ത വിധികളാണ് പുറപ്പെടുവിച്ചത്. അത് ചിലപ്പോൾ ഏകസ്വരത്തിലുള്ള ഒരു വിധിയായി മാറാനും സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ലോകായുക്ത ഇന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും ഇന്നുമായി ഹർജിക്കാരന് നേരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ റിവ്യൂ ഹർജിയുമായി വിശ്വാസമില്ലെങ്കിൽ എന്തിന് ലോകായുക്തയിലേക്ക് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആദ്യത്തെ ഒരു വാദം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ വരുമെന്ന് കരുതിയിരുന്നെങ്കിലും ജൂൺ 5-ലേക്കാണ് ഇപ്പോൾ കേസ് മാറ്റിയിരിക്കുന്നത്. അതേസമയം ഹർജിക്കാരന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നതാണ്. അതായത് ഇപ്പോൾ ലോകായുക്തയുടെ ഇതുവരെയുള്ള നടപടികളിൽ നേരത്തെ പറഞ്ഞ അതൃപ്തി തുടരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകാനാണ് ഹർജിക്കാരൻ തീരുമാനിച്ചിട്ടുള്ളത്. എൽദോ. ശരി വിനോദ്, ഹൈക്കോടതിയിൽ പോകാനാണ് ഹർജിക്കാരന്റെ തീരുമാനം. അപ്പീൽ പോകുമെന്ന് ഹർജിക്കാരൻ RS ശശികുമാർ പറഞ്ഞു. ഒരു ഹർജിക്കാരനത് ഞാൻ കൺവിൻസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുകയും അനുകൂലമായ വിധി വാങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം ഈ കേസ് മെറിറ്റിൽ മാത്രമേ കേൾക്കാവുള്ളൂ. അപ്പൊ മെറിറ്റിൽ കേട്ട് കഴിഞ്ഞാൽ ഈ കേസിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരായ വിധി വരുമെന്നുള്ളതുകൊണ്ടാണ് ഇത് മെയിൻറ്റൈനബിൾ അല്ല എന്ന് പറഞ്ഞ് തള്ളുന്നത്. തീവെപ്പ് കേസ് NIA ഏറ്റെടുക്കുമോ? എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് അന്വേഷണം NIAക്ക് ഉടൻ കൈമാറാൻ സാധ്യത. അന്വേഷണ ചുമതല കൈമാറാൻ സർക്കാർ നീക്കം സജീവമാക്കിയതായി സൂചനയുണ്ട്. പ്രത്യേക അന്വേഷണ സംഘ തലവൻ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ അന്വേഷണ വിവരങ്ങൾ അറിയിക്കും. പ്രതിയുമായ അന്വേഷണ സംഘം തെളിവെടുപ്പിനായി ഉടൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, NIAക്ക് തന്നെ കേസ് കൈമാറാൻ ഒടുവിൽ തീരുമാനിക്കുകയാണ് അന്വേഷണ സംഘം. ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. കണ്ണൂരിലേക്ക് പ്രതിയെ തെളിവെടുപ്പിനായി എത്തിക്കുന്ന അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതി ഷാറുഖ് സേവിയെ കണ്ണൂരിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി. ഡാൻ, ഇയാളെ എവിടെ എത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് എവിടെയാണ് തെളിവെടുപ്പ് നടക്കുന്നത്?
എൽദോ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 3 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1, D2 കോച്ചുകൾ പോലീസ് സംഘം, പ്രത്യേക അന്വേഷണ സംഘം മുദ്രവെച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ആയിരിക്കും പ്രതിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുക. അതിനുള്ള മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് ഉച്ചയ്ക്ക് 1:30യോടെയാണ് മാലൂർക്കുന്ന് എയർ ക്യാമ്പിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കനത്ത പോലീസ് സുരക്ഷയിൽ ഷാരൂഖ് സൈഫിയുമായി ഇവിടേക്ക് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക്, കണ്ണൂർ എയർപോർട്ടിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടത്. ഇവിടെ വെച്ച് കൃത്യമായ പരിശോധനകൾ നടത്തിയതിന് ശേഷമായിരിക്കാം അവിടെ നിന്ന് ഷൊർണൂരിലേക്കും എലത്തൂരിലേക്കും എത്തിക്കുക. എന്തായാലും നിലവിൽ പ്രതിയെ അവിടേക്ക് എത്തിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ന്യൂസ് 18 ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനത്ത സുരക്ഷയാണ്. സായുധ പോലീസ് സംഘത്തിന്റെ അകമ്പടിയോടെയായിരിക്കും പ്രതിയുമായി പോലീസ് സംഘം, പ്രത്യേക അന്വേഷണ സംഘം പുറത്തേക്ക് എത്തുക. മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട 6 ദിവസത്തെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് മുഖ്യപ്രതി ഷാരൂഖ് സൈഫിയെ അന്വേഷണ സംഘ തലവന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഈ തെളിവെടുപ്പ് അടക്കമുള്ള തുടർ നടപടികൾക്ക് വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. സായുധ പോലീസ് സംഘത്തിന്റെ അകമ്പടിയിൽ മുഖം മറച്ച നിലയിൽ ഷാരൂഖ് സൈഫിയുമായി അന്വേഷണ സംഘം ഇതാ നടന്നു വരികയാണ്. അവിടെ ഈ D1, D2 കോച്ചുകളിൽ അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ പ്രതി അവിടെ തങ്ങിയ സ്ഥലങ്ങൾ അടക്കം, അല്ലെങ്കിൽ ഈ കണ്ണൂരുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ സഹായമാകുന്ന എന്ത് തരത്തിലുള്ള വിവരങ്ങളും ഉണ്ടെങ്കിൽ അത് കൃത്യമായി പോലീസിനും അന്വേഷണ സംഘത്തിനും കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും 3 നമ്പർ പ്ലാറ്റ്ഫോമിലെ D1, D2 കോച്ചുകൾക്കുള്ളിലേക്ക് ഷാരൂഖ് സൈഫിയെ കയറ്റാൻ പോകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മുദ്ര വെച്ച് സൂക്ഷിച്ചിരിക്കുകയാണ് അന്നു മുതൽ ഈ 2 കോച്ചുകളും. ഇതിനകത്ത് ഈ ഷാരൂഖ് സൈഫിയെ സഹായിക്കാൻ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന സംശയം അന്വേഷണ സംഘത്തിന് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചൊന്നും കൃത്യമായ സ്ഥിരീകരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രത്തോളം ഗൗരവമുള്ള ഒരു കേസ് ആയതിനാൽ മാധ്യമപ്രവർത്തകർക്കടക്കം ഒരു പോലീസ് കാണിക്കുന്ന ആ വഴിക്ക് അപ്പുറത്തേക്ക് കടന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ചില പരിമിതികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തൊട്ടടുത്തേക്ക് എത്തി ഈ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത്. പോലീസ് കൃത്യമായി ഒരു സ്ഥലം നിർണയിച്ച് നൽകിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി. അവിടെ നിന്ന് മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് ഈ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇവിടെ നിന്നുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ 2 കോച്ചുകൾക്കുള്ളിലും പരിശോധന പൂർത്തിയാക്കണം. ഒപ്പം തന്നെ ഈ ബോഗിക്കുള്ളിൽ ചെയിൻ വലിച്ചു നിർത്തിയത്, എലത്തൂർ പാലത്തിന് മുകളിൽ വെച്ച ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിന്റെ ചെയിൻ വലിച്ച് നിർത്തിയത് മറ്റാരെങ്കിലുമാണോ അതോ ഷാരൂഖ് സൈഫി തന്നെയാണോ എന്ന കാര്യം കൃത്യമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച വ്യക്തമായ ഉത്തരമല്ല ഇപ്പോഴും ഈ 6 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനിടയിലും ഈ ഷാരൂഖ് സൈഫി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് എന്നതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, സമാന്തരമായ അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികളും ഷൊർണൂറും ഒപ്പം തന്നെ എലത്തൂരും കേന്ദ്രീകരിച്ച് പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി, അല്ലെങ്കിൽ ഇന്ന് ഇത്തരത്തിൽ തെളിവെടുപ്പിന് എത്തിക്കുമെന്ന യാതൊരു സൂചനകളും ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ പെട്ടെന്നാണ് അന്വേഷണ സംഘ തലവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരം സ്ഥിരീകരിച്ചത്. അതിന് പിന്നാലെ ഈ കേസിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ സർക്കാർ തലത്തിൽ തീരുമാനം ഉണ്ടായേക്കുമെന്ന വിവരങ്ങളും പുറത്തു വന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം 1:30യോടെ ഈ ഷാരൂഖ് സൈഫിയുമായി പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂരിലേക്ക് പുറപ്പെട്ടത്. എന്തായാലും വളരെ വേഗത്തിൽ, അതായത് വലിയ ഗതാഗത കുരുക്കുള്ള വഴിയിലൂടെയാണ് വടകരയും മാഹിയും ഒക്കെ താണ്ടി ഈ അന്വേഷണ സംഘത്തിന്റെ വാഹനവ്യൂഹം കണ്ണൂരിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി എവിടേക്കായിരിക്കും പോകുക എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം ഇപ്പോഴും ഇല്ല. ഒരു പക്ഷേ എലത്തൂരിലേക്കായിരിക്കാം എത്തിക്കുക. അതല്ലെങ്കിൽ വൈകിയാൽ, ഇന്നത്തെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാകാൻ വൈകിയാൽ ഒരുപക്ഷെ മാലൂർക്കുന്ന എയർ ക്യാമ്പിലേക്ക് തന്നെ തിരികെ ഇയാളെ എത്തിക്കുന്നതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തോ ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 3 നമ്പർ പ്ലാറ്റ്ഫോമിൽ വളരെ സുരക്ഷിതമായി സീൽ ചെയ്ത് മാറ്റിയിട്ടിരിക്കുന്ന D1, D2 കോച്ചുകളിൽ ഇപ്പോൾ പ്രതി ഷാരൂഖ് സൈഫിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. മാധ്യമങ്ങൾക്ക് അവിടെ കർശന നിയന്ത്രണമുണ്ട്. ആ തെളിവെടുപ്പിന് ദൃശ്യങ്ങൾ പകർത്തുക സാധ്യമല്ല. ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് തത്സമയം പ്രേക്ഷകരിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ കമ്പാർട്ട്മെന്റുകൾക്കുള്ളിൽ പ്രതി ഷാരൂഖ് സൈഫിയെ അന്വേഷണ സംഘം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നു. ഡാൻ, ഈ ഏറ്റവും നിർണായകം ഈ കമ്പാർട്ട്മെന്റിനുള്ളിൽ അത് ഏതൊക്കെ കാര്യങ്ങളായിരിക്കും അന്വേഷണ സംഘം ചോദിച്ചറിയാൻ ആഗ്രഹിക്കുക ഈ തെളിവെടുപ്പ് സമയത്ത്?
തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് എൽദോ ആദ്യം മുതൽ തന്നെ സൂചിപ്പിച്ചത്. അതായത് ഈ പ്രതി ഒറ്റയ്ക്ക് അല്ല ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത്, ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു ആസൂത്രണമുണ്ട് എന്ന കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതാണ്. അതോടൊപ്പം തന്നെ പ്രാദേശികമായ ചില സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ അത്തരം സാധ്യതകൾ ശരിവെക്കുന്ന ചില സൂചനകളും അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യലിനിടയിൽ ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇത് സംബന്ധിച്ച ചില വിവരങ്ങൾ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതായിട്ടാണ് സൂചന. അതിനിടയിലാണ് പ്രതിയുമായി ഇവിടെ ഈ തെളിവെടുപ്പിന് എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവിടെ ഈ കമ്പാർട്ട്മെന്റിനുള്ളിൽ എങ്ങനെയാണ് ഇയാൾക്ക് അല്ലെങ്കിൽ ഈ കൃത്യമായി ഇന്ന് ഏത് സ്ഥലത്ത് വെച്ച് ആണ് ഇത്തരത്തിൽ തീ കൊളുത്താൻ ശ്രമിച്ചത്, ഒപ്പം തന്നെ ഈ പാലത്തിന് മുകളിൽ വെച്ച് ഇങ്ങനെ ചെയിൻ വലിച്ച് അവിടെ വെച്ച് ഈ തീ കൊളുത്തുക എന്നത് നേരത്തെ പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ചെയിൻ വലിച്ച് നിർത്തിയത് ഷാരൂഖ് സൈഫി തന്നെയാണോ അതോ മറ്റാരെങ്കിലുമാണോ? ഇക്കാര്യങ്ങളിലെല്ലാം സ്ഥിരീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അത് സംബന്ധിച്ച വ്യക്തത ഇന്നത്തെ ഈ തെളിവെടുപ്പിനിടയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന. പക്ഷേ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാലും പോലീസ് ഈ കേസിന്റെ അന്വേഷണത്തിൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഷഹീൻ ബാഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്ന മറ്റ് ദുരൂഹമായ ഇടപെടലുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന്റെ തുടരന്വേഷണം മുമ്പോട്ട് നയിക്കുക എന്ന് പറയുന്നത് കേരള പോലീസിനെ സംബന്ധിച്ച് ശ്രമകരമായ ഒരു ദൗത്യമായി മാറുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ ഈ കേസിന്റെ ഗൗരവം കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ആ കേസിന്റെ തുടരന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നത്. എന്തായാലും ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 5 ദിവസത്തെ സാവകാശമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ NIA സംഘം കാത്തിരുന്നത്. അതായത് 5 ദിവസത്തിനകം ഈ കേസിൽ UAPA ചുമത്താത്ത പക്ഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ട് കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നതിനുള്ള നീക്കം NIA സജീവമാക്കിയിരിക്കുന്നതിനിടയിലാണ് സർക്കാർ തലത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന വാർത്തയും പുറത്തു വരുന്നത്. എന്തായാലും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് പ്രതിയുമായി അന്വേഷണ സംഘം കണ്ണൂരിലെത്തിയത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. സായുധ പോലീസ് സംഘം, ഒപ്പം തന്നെ കേരള പോലീസിന്റെ സ്ട്രൈക്കർ ഫോഴ്സ്, അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് സുരക്ഷാ അകമ്പടികൾ, റെയിൽവേ പോലീസ്, ഇവരുടെയൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഈ ഷഹീൻ ബാഗ് സ്വദേശിയായ മുഹമ്മദ് ഷാരൂഖ് സൈഫിയുമായി പ്രത്യേക അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ നടപടിക്രമങ്ങൾ അല്പസമയം കൂടി തുടരും എന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഏതാണ്ട് 4:30 ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ, അല്ലെങ്കിൽ 5 മണിക്ക് മുമ്പ് കണ്ണൂരിൽ നിന്നുള്ള ഈ തെളിവെടുപ്പടക്കമുള്ള തുടർ നടപടികൾ പൂർത്തിയാക്കിയാൽ തുടർന്ന് എലത്തൂരിലേക്ക് വീണ്ടും എത്തിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. പക്ഷേ സമയം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഇരുട്ട് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ എത്തിച്ച് തെളിവെടുക്കുക എന്ന് പറയുന്നത് ഇന്ന് അപ്രായോഗികമായി മാറും. പക്ഷേ പോലീസ് അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും എലത്തൂരിൽ അടക്കം സുരക്ഷ കർശനമാക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിലും ഒപ്പം തന്നെ പാലക്കാടും കോഴിക്കോടുമെല്ലാം ഈ പ്രതിയെ തെളിവെടുപ്പിന് എത്തിക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ തടിച്ചുകൂടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി എവിടേക്കാണ് ഇയാളെ എത്തിക്കുക എന്നത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ നൽകാൻ ഉദ്യോഗസ്ഥർ ആദ്യം തയ്യാറാകാതിരുന്നത്. പക്ഷേ വളരെ ശ്രമകരമായിട്ടാണ് ഇപ്പോൾ ആദ്യം കണ്ണൂരിലേക്കാണ് എത്തിക്കുക എന്ന വിവരം മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ നടപടിക്രമങ്ങൾ തുടരുകയാണ്. D1, D2 കോച്ചുകളിൽ വിശദമായ പരിശോധനകൾ നടത്തിയതിന് ശേഷമായിരിക്കും ഇയാള് ഈ കൃത്യവുമായി ബന്ധപ്പെട്ട് ബോഗി കത്തിക്കാനായിരുന്നു ശ്രമിച്ചത് എന്ന തരത്തിലുള്ള കൃത്യമായ സൂചന ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഒരുപക്ഷെ പ്രതി ടാർഗറ്റ് ചെയ്തിരുന്നത് ആ ബോഗി മുഴുവൻ കത്തിക്കുകയും കനത്ത ആൾനാശം ഉണ്ടാക്കുകയും ആയിരുന്നു എന്ന വിവരമായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ആദ്യഘട്ട പരിശോധനയിൽ വ്യക്തമായത്. പക്ഷേ ഏതോ വിധത്തിൽ അത് അത്തരമൊരു വലിയ അപായം ഒഴിവായി മാറുകയായിരുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേട്ടുകേൾവിയില്ലാത്ത ഒരു അക്രമ സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗൗരവത്തിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ അന്വേഷണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഈ D1, D2 കോച്ചുകളുടെ പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥ സംഘം പ്രതിയുമായി ഇവിടെ നിന്ന് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ മടങ്ങും എന്നാണ് സൂചന. ഡാൻ, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വളരെ കൃത്യമായും NIA ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഡാൻ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. NIA 5 ദിവസത്തെ ആ കാത്തിരിപ്പിലാണ് UAPA ചുമത്തുമോ എന്നുള്ള കാര്യത്തിൽ. ഈ NIA സംഘം എലത്തൂരും കണ്ണൂരും കേന്ദ്രീകരിച്ച് തുടരുന്നുണ്ടോ അന്വേഷണ സംഘാംഗങ്ങൾ? എന്തോ ഇപ്പോൾ അവർ ഈ കണ്ണൂരിൽ എത്തിയിട്ടില്ല. പക്ഷേ കോഴിക്കോട് ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം അവർ ശക്തമാക്കിയിരുന്നത്.
ഡൽഹിയിൽ നിന്നടക്കം NIA ഉദ്യോഗസ്ഥർ കോഴിക്കോട് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഡൽഹിയിൽ നിന്ന് എത്തിയ ഉദ്യോഗസ്ഥർ മടങ്ങി പിന്നീട് കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായിരുന്നു ഇവിടെ തങ്ങിയിരുന്നത്. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന സൂചന പ്രകാരം NIA ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഈ കേസ് NIAക്ക് കൈമാറാനുള്ള സർക്കാർ തലത്തിലെടുക്കുന്ന തീരുമാനം അത് ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് പിന്നാലെ NIA DIG തന്നെ അദ്ദേഹത്തിനാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് NIA ഉദ്യോഗസ്ഥർ സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം NIA DIG അത് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ NIA കേസ് ഏറ്റെടുക്കുന്ന പക്ഷം NIA DIG തന്നെ നേരിട്ട് എലത്തൂരിലേക്ക് എത്തും എന്ന വിവരമാണ് നമുക്ക് ദേശീയ അന്വേഷണ ഏജൻസി ഉദ്ധരിച്ചുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഡാൻ, ഒപ്പം തന്നെ ഈ ഷഹീൻ ബാഗ് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഏതൊക്കെ മറ്റ് സംഘടനകളുമായി ബന്ധപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ മലയാളികളുമായിട്ട് എന്തെങ്കിലും ബന്ധം പുലർത്തിയിരുന്നോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അന്വേഷണ സംഘം അന്വേഷിക്കുന്നു. ഷഹീൻ ബാഗിലുള്ള അന്വേഷണം വിപുലീകരിച്ചിട്ടുമുണ്ട്. അവിടുത്തെ അന്വേഷണത്തിന്റെ പുരോഗതി എന്താണ്? എന്തോ കേരള പോലീസിന്റെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ച് SP ഉൾപ്പെടെയുള്ള ഒരു സംഘം ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അവർ അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അല്ലെങ്കിൽ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കേസിലേക്ക് വെളിച്ചം വീശുന്ന മറ്റ് തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള നടപടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന വിവരമാണ് ഇന്നലെ മുതൽ നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഷഹീൻ ബാഗ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന വ്യാപകമാക്കിയിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഷഹീൻ ബാഗിൽ ഇത്തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടിതമായ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം കൃത്യമായി NIAയ്ക്കും ATSനും ലഭ്യമായിരുന്നു. ഒരുപക്ഷെ അന്ന് ലഭിച്ച സൂചനകൾ തന്നെയാണ് ഇത്ര വേഗത്തിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് 100 കണക്കിന് മൈലുകൾ താണ്ടി ഈ പ്രതി രക്ഷപ്പെട്ട് രത്നഗിരിയിൽ എത്തിയിട്ടും ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നിട്ടും കൃത്യമായി ടവർ ലൊക്കേഷനുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് കോൾ ഡേറ്റ റെക്കോർഡുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ ഇയാളിലേക്ക് എത്താൻ വളരെ സാഹസികമായി രത്നഗിരിയിൽ നിന്ന് പ്രതിയെ പിടികൂടാനൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ പ്രത്യേകിച്ച് ഇന്റലിജൻസ് ബ്യൂറോ കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര ATSന് ഭീകരവിരുദ്ധ സേനയ്ക്ക് രത്നഗിരിയിൽ ഇയാളെ പിടികൂടാൻ സാധിച്ചത് വളരെ സാഹസികമായ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ തുടരന്വേഷണം അത് മുമ്പോട്ട് പോകുമ്പോൾ കൃത്യമായി ഈ പറയുന്ന ഷഹീൻ ബാഗിൽ വീണ്ടും വിശദമായ പരിശോധനകൾ നടത്തേണ്ടത് അനിവാര്യമായി വരും. അത്തരത്തിലുള്ള പരിശോധനകൾ അവിടെ ഏത് തരത്തിൽ അല്ലെങ്കിൽ കേരള പോലീസിന് അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം അവിടെ നടത്തുന്നതിൽ പരിമിതികൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ഈ കേസിൽ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൽ നിർണായകമാകുന്ന ഒരു വഴിത്തിരിവ് ഉണ്ടാകണമെങ്കിൽ വ്യാപകമായ പരിശോധന അത് ഷഹീൻ ബാഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടത്തേണ്ടത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഒരു അനിവാര്യതയായി മാറും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാവണം കേസിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരും എത്തിച്ചേരുന്നതെന്ന് വേണം കരുതാനെന്തോ. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് നേരത്തെ പ്രതിയെ എത്തിച്ച് D1 കമ്പാർട്ട്മെന്റിനുള്ളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മറുഭാഗത്ത് തത്സമയ ദൃശ്യങ്ങൾ ആ കമ്പാർട്ട്മെന്റിനുള്ളിൽ ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കടുത്ത സുരക്ഷയിൽ സായുധ പോലീസ് സംഘാംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പോലീസ് അവിടെ മാധ്യമങ്ങൾക്ക് അടുത്തേക്ക് അടുക്കാനുള്ള സാഹചര്യം നൽകിയിട്ടില്ല. കൃത്യമായും അകലം പാലിച്ച് വേണം ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനും. എല്ലാം എന്താണെങ്കിലും തൊട്ടു മുമ്പാണ് ഈ കണ്ണൂരിലെ പ്ലാറ്റ്ഫോം നമ്പർ 3യിൽ നിർത്തിയിട്ടിരിക്കുന്ന D1 D2 കമ്പാർട്ട്മെന്റുകളിലേക്ക് ഷാറുഖ് സൈഫി എത്തിച്ചത്. അയാൾ ഇപ്പോഴും ആ കമ്പാർട്ട്മെന്റിനുള്ളിലുണ്ട്. അന്വേഷണ സംഘാംഗങ്ങൾ അയാളുമായി തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. സീൽ ചെയ്ത് മാറ്റിയിട്ടിരിക്കുന്ന 2 കോച്ചുകളും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. നമുക്ക് കാണാൻ ഇപ്പോൾ സ്ക്രീനിന്റെ വലതുഭാഗത്ത് പ്രതിയെ ആ കണ്ണൂർ പ്ലാറ്റ്ഫോം നമ്പർ 3യിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ വന്ന ദൃശ്യങ്ങൾ. മുഖംമൂടി ധരിപ്പിച്ച് കൃത്യമായിട്ടുള്ള സുരക്ഷയിൽ 2 ഉദ്യോഗസ്ഥർ കരങ്ങളിൽ പിടിച്ച് അയാളെ കൊണ്ടുവരുന്നു ആ കമ്പാർട്ട്മെന്റിലേക്ക്. ഡാൻ, ഈ ദൃശ്യങ്ങളിൽ അയാൾ വളരെ ശാന്തനായി ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെ കാണുന്നു. ഈ അന്വേഷണ സംഘാംഗങ്ങൾ ഈ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പ് സമയത്തുമൊക്കെ ഇയാളുടെ ഒരു പെരുമാറ്റവും ഇയാളുടെ ഒരു സഹകരണമൊക്കെ എങ്ങനെയാണെന്നാണ് സൂചന നൽകുന്നത്? അത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളൊന്നും ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കുവച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അപ്പോഴും നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം നിസ്സഹകരണമായിരുന്നു ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് വിവരം. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴി മാറ്റിപ്പറയുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഈ മൊഴികളിൽ ഉണ്ടായ വൈരുദ്ധ്യം അത് ചോദ്യം ചെയ്യലിന്റെ ഏറെ വെല്ലുവിളിയായി മാറിയിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ശാസ്ത്രീയമായ തെളിവുകൾ ആ തെളിവുകൾ പിന്തുടർന്നുകൊണ്ട് ചോദ്യം ചെയ്തൽ മതി എന്ന ഒരു നിഗമനത്തിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം എത്തുകയും ചെയ്തത്. ഒരുപക്ഷെ ഇയാളുടെ കോൾ ഡേറ്റ റെക്കോർഡുകളും അന്ന് ഈ ട്രാക്കിൽ നിന്ന് എലത്തൂരിലെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെടുത്ത ബാഗും ആ
ബാഗിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കളും ഉൾപ്പെടെ വിശദമായ ഫോറൻസിക് പരിശോധനകൾക്ക് വിധേയമാക്കിയിരുന്നു. ആ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി നിരത്തിക്കൊണ്ട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം ചെയ്തത് താനാണ് എന്ന കാര്യം ഷാരൂഖ് സൈഫി സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തനിക്കിതിന് കൃത്യമായ നിർദ്ദേശം ലഭിച്ചിട്ടുമുണ്ടായിരുന്നു എന്ന്. പക്ഷേ ആ നിർദ്ദേശം നൽകിയതാരാണ്, അത് എവിടെ വെച്ചാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ വിവരങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് കൈമാറിയതായി സൂചനകളില്ല. അത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുമില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘവും ഇതുമായി ബന്ധപ്പെട്ട പ്രതിക്കുണ്ടായിരുന്ന ഈ തീവ്രവാദ ബന്ധം അത് കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ ഇയാളുമായി ഇവിടേക്ക് സായുധ പോലീസ് സംഘത്തിന്റെ അകമ്പടിയോടെ, കമാൻഡോ സംഘത്തിന്റെ അകമ്പടിയോടെ ചോദ്യം ചെയ്യലിന് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി അറിയാനുള്ളത് സർക്കാർ തലത്തിൽ ഉണ്ടാകുന്ന നടപടികൾ അത് എത്രമാത്രം വേഗത്തിൽ പൂർത്തിയാക്കി ഈ കേസിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറും എന്ന കാര്യം മാത്രമാണ്. ഡാൻ കുര്യൻ തുടരുന്നു കണ്ണൂരിൽ നിന്ന്. ഡാൻ, മുഖ്യമന്ത്രിയെ കണ്ട് ഈ അന്വേഷണത്തിന്റെ ഒരു പുരോഗതി വിലയിരുത്തും, പുരോഗതി അന്വേഷണ സംഘത്തലൻ അറിയിക്കുമെന്നെല്ലാം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് പ്രത്യേകിച്ചും NIAക്ക് ഉടൻ കേസ് കൈമാറാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതും. അന്വേഷണ സംഘ അംഗങ്ങൾ എല്ലാവരും ഉണ്ടോ ഈ തെളിവെടുപ്പ് സമയത്ത് ഇപ്പോഴവിടെ? എന്തോ അന്വേഷണ സംഘ തലവൻ ഇവിടെ ഇല്ല. അദ്ദേഹം ഇന്നലെ തന്നെ അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയ ശേഷമാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റ് കാര്യങ്ങൾ കൂടി ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ആ വശങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിലെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ അദ്ദേഹം കൃത്യമായി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും എന്ന സൂചന നമുക്ക് ലഭിച്ചത്. കൃത്യമായ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഓഫീസിന് കൈമാറുന്നതിന് പിന്നാലെയാകും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുടെ ഭാഗമായി ഈ കേസിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുക എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിച്ചത്. പക്ഷേ ആ നടപടികൾ പൂർത്തിയാക്കാൻ വൈകത്തില്ല. എത്രയും പെട്ടെന്ന് ആ നടപടികൾ പൂർത്തിയാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 5 ദിവസം ദേശീയ അന്വേഷണ ഏജൻസി കാത്തിരുന്ന 5 ദിവസം ആകാൻ ഇനി ഒരു ദിനം മാത്രം ബാക്കി നിൽക്കുകയാണ്. ആ നീക്കത്തിനിടയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിലാണ് ഈ പ്രതിയുമായി തെളിവെടുപ്പടക്കമുള്ള തുടർ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നത് എന്നത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് തുടരന്വേഷണത്തെ സഹായിക്കുന്ന എന്തൊക്കെ തരത്തിലുള്ള വിവരങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ 6 ദിവസമായി നടന്ന ചോദ്യം ചെയ്യലിനിടയിൽ ഈ പ്രതിയിൽ നിന്ന് ചോദിച്ചറിയാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ആ വിവരങ്ങളടക്കം സമഗ്രമായ റിപ്പോർട്ടായിരിക്കും ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കുക. അതിനുശേഷമായിരിക്കും ഈ കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറുന്നതിനുള്ള അന്തിമ തീരുമാനം സർക്കാർ തലത്തിൽ ഉണ്ടാകുക. ശരി, ഡാൻ കുര്യനാണ് ആ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 3ക്ക് സമീപത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷാരൂഖ് സൈഫി അല്പം മുമ്പാണ് D1, D2 എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1, D2 കമ്പാർട്ട്മെന്റുകളിലേക്ക് എത്തിക്കുന്നത്. 2 കമ്പാർട്ട്മെന്റുകൾ അവിടെ സീൽ ചെയ്ത് വളരെ സുരക്ഷിതമായി അന്നത്തെ സംഭവത്തിന് ശേഷം അവിടെ നിലനിർത്തിയിരുന്നു. ആ കോച്ചുകളിലെത്തി ഇപ്പോൾ ഷാരൂഖ് സൈഫിയെ തെളിവെടുക്കുന്നു. വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ പോലീസിന് അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയാനുണ്ട് ഷാരൂഖ് സൈഫിയിൽ നിന്ന്. അതാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ചങ്ങല ഇയാൾ വലിക്കുകയായിരുന്നു, ഈ പെട്രോൾ പെട്രോൾ സ്പ്രേ ചെയ്ത രീതി എല്ലാം ചോദിച്ചറിയേണ്ടതുണ്ട്. ഏത് കമ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വളരെ ശാസ്ത്രീയമായി കൃത്യമായ തെളിവോടുകൂടി തന്നെ ഈ കേസുമായി മുന്നോട്ട് നീങ്ങണം എന്നുള്ള കാര്യം പോലീസിന് വ്യക്തതയുള്ളതിനാൽ തന്നെ ഈ തെളിവെടുപ്പ് നിർണായകമാണ് പോലീസിനെ, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്. അശ്വിൻ വല്ലത്തോട് ചേരുന്നു കോഴിക്കോട് നിന്ന്. അശ്വിൻ, ഇപ്പോൾ കണ്ണൂരിൽ ഈ ഷാരൂഖ് സൈഫിയെ ആ കോച്ചിലെത്തി തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇനി എലത്തൂരിലേക്കും അപ്പം ഷൊർണൂരിലേക്കുമൊക്കെ ഇന്ന് കൊണ്ടുപോകുമെന്നുള്ള സൂചനകൾ ലഭ്യമാണോ? ഇക്കാര്യം ഇതുമായി ബന്ധപ്പെട്ട് എന്ന് ഷാരൂഖ് സൈഫിയെ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിൽ ഒരു വ്യക്തതയുമില്ല. കാരണം കഴിഞ്ഞ 3-4 ദിവസമായി ഷാരൂഖിനെ തെളിവെടുപ്പിനായി പുറത്തു കൊണ്ടുവരുന്നു എന്നൊക്കെയുള്ള സൂചനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഇളക്കങ്ങളൊന്നുമില്ല. ഈ കസ്റ്റഡിയിൽ ലഭിച്ചതിന്റെ അടുത്ത ദിവസം മുതൽ തന്നെ ഷാരൂഖിനെ തെളിവെടുപ്പിനായി പുറത്തെത്തിക്കുന്നു എന്നൊക്കെയുള്ള നിലക്കുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഒരു വേള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുക വരെ ചെയ്യുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ
ഒക്കെ കണ്ടത്. ഇന്ന് പോലും ആദ്യം എലത്തൂരിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് കണ്ണൂരിലേക്ക് കൊണ്ടുപോകും എന്നുള്ള നിലയ്ക്കായിരുന്നു പുറത്തു വന്ന സൂചനകൾ. പക്ഷെ അത് പിന്നീട് മാറുന്നു, നേരെ കണ്ണൂരിലേക്ക് പോകുന്നു. ആദ്യം പറഞ്ഞത് ഷൊർണൂരിൽ എത്തിച്ചതിന് ശേഷം ആദ്യം ഷാരൂഖ് ട്രെയിൻ ഇറങ്ങുന്നത് ഷൊർണൂരിലാണ്, അതുകൊണ്ട് അവിടെ നിന്നായിരിക്കും തെളിവെടുപ്പ് തുടങ്ങുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ ഷാരൂഖ് തീവച്ച D1 കമ്പാർട്ട്മെന്റിൽ ആണ് തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാക്കിയതിനു ശേഷം ഇന്നിനി എലത്തൂരിൽ കൊണ്ടുവരാൻ സാധ്യതയില്ല. കാരണം എലത്തൂരിൽ എത്തുമ്പോഴേക്കും നേരം ഇരുട്ടും. അപ്പോൾ ഈ പകൽ വെളിച്ചത്തെ അല്ലാതെയുള്ള തെളിവെടുപ്പിനുള്ള സാധ്യതയില്ല. അന്വേഷണ സംഘത്തിന് കൂടുതൽ വിശദാംശങ്ങൾ ഈ എലത്തൂരിൽ നിന്ന് ഷാരൂഖ് ട്രെയിനിൽ തന്നെയാണോ രക്ഷപ്പെട്ടത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വരേണ്ടതുണ്ട്. അവിടെ നിന്നുള്ള ചില മൊഴികൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഈ അപകടം നടന്ന അരമണിക്കൂറിനകം തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് അതിനടുത്തുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റിക്ക് അടുത്ത് ഉള്ള ഇടവഴിയിലൂടെ ഒരു സ്കൂട്ടർ അതിവേഗം പോയി എന്നൊക്കെയുള്ള ചില മൊഴികൾ അന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇയാൾ ട്രെയിനിൽ തന്നെയാണോ രക്ഷപ്പെട്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരുപക്ഷെ ഈ കണ്ണൂരിലെ തെളിവെടുപ്പിന് ശേഷം ഇയാളെ തിരിച്ചു വീണ്ടും AR ക്യാമ്പിലേക്ക് കൊണ്ടുവരികയായിരിക്കും ഉണ്ടാവുക. തിരിച്ച് കോഴിക്കോട് എത്തുമ്പോഴേക്കും നേരം വൈകാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് എലത്തൂരിൽ തെളിവെടുപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ആൾക്കൂട്ടം ഒഴിവാക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇന്ന് തന്നെ എലത്തൂരിൽ കൊണ്ടുപോകാൻ മതി. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണ സംഘം പൊതുവെ വ്യക്തത വരുത്തുന്നില്ല എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്നത്. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് പങ്കുവെക്കാൻ തയ്യാറാവുന്നില്ല. ഒന്ന്, ഈ കേസിന്റെ അത്ര കണ്ട് പ്രാധാന്യമുള്ള രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസി വരെ ഇടപെട്ട ഒരു കേസാണ്. ഒരു കാരണം അതാണ്. മറ്റൊന്ന്, തുടക്കത്തിൽ തന്നെ ഈ പോലീസിനെ പ്രതി എത്തിക്കുന്നതിലടക്കമുണ്ടായ വീഴ്ച വലിയ തോതിൽ വിമർശന വിധേയമായിരുന്നു. രണ്ടാമത്തെ കാരണം അതാണ്. അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാതിരിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. സാധാരണ ഇത്തരം കേസുകളിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏത് സമയത്താവും കൊണ്ടുപോകുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിയിപ്പുണ്ടാവാറുണ്ട്. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഉണ്ടാവുന്നില്ല. ഇന്ന് പോലും രാവിലെ മുതൽ ഇപ്പോൾ കൊണ്ടുപോകും എന്നൊക്കെയുള്ള നിലയ്ക്കുള്ള സൂചനകൾ വരുന്നതല്ലാതെ ഉച്ചയ്ക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ്, ഇയാളെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത വരുന്നത്. അതുകൊണ്ട് കണ്ണൂരിലെ തെളിവെടുപ്പിന് ശേഷം ഇയാളെ AR ക്യാമ്പിലേക്ക് തന്നെ കൊണ്ടുവരാനാണ് സാധ്യത. പക്ഷേ വരുന്ന വഴിക്കാണ് എലത്തൂർ. കണ്ണൂരിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തെളിവെടുപ്പിന് ശേഷം ഷാരൂഖിനെ പുറത്തേക്ക് ഇറക്കും എന്ന് കരുതാം. തെളിവെടുപ്പ് എന്നാലും പുരോഗമിക്കുകയാണ്. ഇന്ന് കോഴിക്കോടും എലത്തൂരും ഒക്കെ എത്തിക്കാനുള്ള സാധ്യത കുറവാണെന്ന് അശ്വിൻ വല്ലത്തും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഡാൻ കുര്യനാണ് കണ്ണൂരിലുള്ളത്. നമുക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാരൂഖ് സൈഫിയെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. അവിടെ നിർത്തിയിട്ടിരിക്കുന്ന D1 D2 കോച്ചുകളിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുക്കുകയാണ്. രണ്ട് പ്രതിനിധികളും കണ്ണൂരിൽ നിന്ന് ഡാൻ കുര്യനും കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തും ചേരുന്നു. ഈ സമയം ഡാൻ കുര്യനിലേക്ക് ആദ്യം. ഡാൻ, ഈ തെളിവെടുപ്പിനായി 15 മിനിറ്റായി തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് ഇപ്പോൾ? എന്തായാലും ഇപ്പോഴും നടപടിക്രമങ്ങൾ അതുപോലെ തന്നെ തുടരുകയാണ്. ഈ രണ്ട് കോച്ചുകളിലും എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിന്റെ D1 D2 കോച്ചുകളിൽ എത്തിച്ചാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഷാരൂഖ് സൈഫിയുമായി വിശദമായ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വിധത്തിലാണ് ഈ കൃത്യം നിർവഹിച്ചത്, ഇതിന് മറ്റേതെങ്കിലും വിധത്തിലുള്ള സഹായം ഇയാൾക്ക് ട്രെയിനിനുള്ളിൽ ലഭ്യമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരിശോധനയിൽ പ്രധാനമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രചരിക്കുന്ന ഒരു അഭ്യൂഹം ഈ ട്രെയിനിന്റെ ചെയിൻ വലിച്ചു നിർത്തിയത്, അതായത് എലത്തൂരിൽ പാലത്തിന് സമീപം എത്തിയപ്പോൾ ഈ ചെയിൻ വലിച്ചു നിർത്തിയത് മറ്റൊരാളാണ്, അയാൾ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സഹായിയാണ് എന്ന തരത്തിലുള്ള വലിയ ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥർ ഇപ്പോഴും അത് സംബന്ധിച്ച കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒപ്പം തന്നെ പ്രാദേശികമായി പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഏറെക്കുറെ അന്വേഷണ സംഘം ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിൽ അത്തരത്തിൽ സഹായം നൽകിയ ആരെങ്കിലും ഇയാൾക്കുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മാധ്യമ പ്രവർത്തകരെ അടക്കം ഈ പരിശോധന നടക്കുന്ന D1 കോച്ചിന്റെ സമീപത്ത് നിന്ന് വളരെ അകലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ മാത്രം നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഈ സായുധ പോലീസ് സേനയ്ക്ക് നടുവിൽ കനത്ത സുരക്ഷാ വലയത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഈ ഷാരൂഖ് സൈഫിയുമായി ഇപ്പോഴും തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ, ഒപ്പം ഈ D1 കോച്ചിലാണ് ഈ തീയിട്ടത്. D2 കോച്ചിൽ എന്ത് പരിശോധനകളൊക്കെ ആയിരിക്കും നടത്തുക? രണ്ട് കോച്ചുകളിലും, അതായത് തൊട്ടടുത്തടുത്തുണ്ടായിരുന്ന കോച്ചുകളാണ്. ഒരുപക്ഷെ ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നത് D1 കോച്ച് തന്നെയാണോ അതോ
D2 കോച്ചും അയാൾ ഇത്തരത്തിൽ കത്തിക്കാൻ ശ്രമിച്ചിരുന്നു, അത്തരത്തിലൊരു ഉദ്ദേശം പ്രതിക്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ പരിശോധനകളുടെ ഭാഗമായി അവർക്ക് തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ മുതൽ സൂചിപ്പിക്കുന്നത് പോലെ ഇത് വലിയൊരു അക്രമ പദ്ധതി തന്നെയാണ് ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നത്. ഒരുപക്ഷെ എലത്തൂരിലെ ഈ റെയിൽവേ പാലത്തിന് മുകളിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഈ തീ കത്തിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനിന് തീപിടിക്കുന്ന ബോഗിക്ക് തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. വലിയൊരു ആൾനാശം തന്നെ ഉണ്ടാകുമായിരുന്നു. അവിടേക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനടക്കം പരിമിതികൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത്തരത്തിൽ വലിയ തരത്തിൽ ആസൂത്രിതമായ കൃത്യമായ ലക്ഷ്യത്തോടെ ബോധപൂർവമായ ആസൂത്രണത്തോടെ തന്നെയാണ് ഈ ഒരു തീവ്ര സംഭവം നടന്നിരിക്കുന്നത് എന്ന കാര്യം കൃത്യമായി കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘവും സ്ഥിരീകരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ 6 ദിവസം നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിന് പിന്നാലെ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്ന നീക്കങ്ങളിലേക്ക് തുടർ നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച പോലെ രാത്രി വൈകിയാണ് കണ്ണൂരിൽ നിന്ന് തിരികെ കോഴിക്കോട്ടേക്ക് എത്തുന്നത് എങ്കിൽ ഒരുപക്ഷെ എലത്തൂരിൽ എത്താനുള്ള സാധ്യത വിരളമാണ്. അങ്ങനെയാണെങ്കിൽ ബാലൂർക്കുന്ന് AR ക്യാമ്പിലേക്ക് തന്നെ പ്രതിയെ എത്തിച്ച് ഇന്ന് അവിടെ വിശ്രമിച്ച ശേഷം നാളെ വീണ്ടും തുടർന്നുള്ള തെളിവെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഷൊർണൂരിലേക്കും എലത്തൂരിലേക്കും പ്രതിയെ കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെ ആദ്യം ഏത് സ്ഥലത്തായിരിക്കും എത്തിക്കുക എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഉത്തരം അത് പോലീസ് ഒരു തരത്തിലും അല്ലെങ്കിൽ ഇന്നത്തെ പരിശോധനയിൽ അല്ലെങ്കിൽ ഇന്നത്തെ തെളിവെടുപ്പ് നടപടികളുടെ ഭാഗമായി മാധ്യമങ്ങളോട് കൃത്യമായി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളെ പിന്തുടരാൻ ശ്രമിക്കുമ്പോൾ പോലും എവിടേക്കാണ് വാഹനങ്ങൾ നീങ്ങുന്നത് എന്ന വ്യക്തമായ ഒരു ഉത്തരം നമുക്കും ലഭ്യമായിരുന്നില്ല. കാരണം അത്തരത്തിൽ യാതൊരു തരത്തിലും വിവരങ്ങൾ ചോർന്നു പോകാത്ത വിധത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏകോപിപ്പിക്കുകയും പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും രഹസ്യാത്മകമായിട്ടുള്ള സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഈ അന്വേഷണത്തെ നേരിടുന്നത്, അന്വേഷണവുമായി പുരോഗമിക്കുന്നത്. അശ്വിൻ വല്ലത്ത് കൂടി ചേരുന്നു കോഴിക്കോട് നിന്ന്. അശ്വിൻ, ഈ കസ്റ്റഡി കാലാവധി 18-ാം തീയതി വൈകിട്ട് 6 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പോലീസിന് ഇനി അധികം സമയമില്ല. ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി കണ്ണൂരിൽ നിന്ന് എലത്തൂരിൽ എത്തിക്കാനുള്ള സാധ്യത ഇല്ല എന്നും പറയുന്നു. ഈ അന്വേഷണ സംഘം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഏതൊക്കെയായിരിക്കും? അന്വേഷണ സംഘം തുടക്കം മുതൽ നേരിടുന്ന വെല്ലുവിളി ഷാരൂഖ് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഏകദേശം അന്വേഷണ സംഘത്തിന് ഉറപ്പുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വെളിപ്പെടുത്തലും ഇയാൾ നടത്തുന്നില്ല. ആരുടെയൊക്കെ സഹായം ലഭിച്ചു, ആരൊക്കെയാണ് ഒപ്പം ഉണ്ടായിരുന്ന അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഇയാൾ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എന്നത് പോലും ഷാരൂഖിന്റെ മൊഴിയല്ല, നേരെ മറിച്ച് അത് അവിടെയുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ഇയാളെ തിരിച്ചറിഞ്ഞ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഇയാൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാണ് പെട്രോൾ വാങ്ങിച്ചത് എന്നുള്ള നിലയ്ക്കുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ആ തരത്തിൽ ഷാരൂഖിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണത്തെ സഹായിക്കുന്ന രൂപത്തിലുള്ള മൊഴിയോ ഒന്നും തന്നെ ചോദ്യം ചെയ്യലിൽ ലഭ്യമാവുന്നില്ല. അത് തന്നെയാണ് അന്വേഷണ സംഘത്തെ ഇപ്പോൾ കുഴക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഇത്രയധികം സമയമെടുത്തത് ഷാരൂഖിനെ തെളിവെടുപ്പിന് പുറത്തെത്തിക്കാൻ വേണ്ടി. എന്തെങ്കിലും കാര്യമായി ഷാരൂഖിന്റെ ഭാഗത്ത് നിന്ന് മൊഴിയിൽ എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം തെളിവെടുപ്പ് നടത്താം എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം. പക്ഷേ ഷാരൂഖ് ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത്. അത് ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ കണ്ണൂരിലെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞ് തിരിച്ച് എലത്തൂരിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമായിരിക്കും. മാത്രമല്ല ഇപ്പോൾ തന്നെ ഇയാളെ പുറത്തിറക്കിയതറിഞ്ഞ് ആൾക്കൂട്ടം ഒക്കെ തന്നെ എലത്തൂരിൽ ഉൾപ്പെടെ തടിച്ചുകൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കൂട്ടത്തെ ഒഴിവാക്കിക്കൊണ്ട് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത് വളരെ ശ്രമകരമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ആൾക്കൂട്ടം ഇയാളെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിൽ ആൾക്കൂട്ടം ഒഴിവാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. നേരത്തെ കോടതിയിലും ഇപ്പോൾ കണ്ണൂരിലും ഒക്കെ നമ്മൾ ഇത് കണ്ടതാണ്. ഇയാളെ കൊണ്ടുവരുന്ന സ്ഥലത്ത് ആൾക്കൂട്ടം ഉണ്ടാവുന്നതും അത് ഒഴിവാക്കാൻ പരമാവധി പോലീസ് ശ്രമിക്കുന്നതും. അതുകൊണ്ട് ഇന്ന് ഒരു പക്ഷേ അത് ഈ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ആൾക്കൂട്ടം ഒഴിവാക്കാനായിരിക്കും സാധ്യത. ഇനി അതല്ല അന്വേഷണ സംഘത്തിന്റെ തീരുമാനമനുസരിച്ച് പെട്ടെന്ന് ആ തരത്തിൽ എലത്തൂരിൽ ഒന്ന് കൊണ്ടുവരാനും അത്തരത്തിലുള്ള സാധ്യതകളുമുണ്ട്. ഇതിലൊക്കെ തന്നെ അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ്. അതിന് മേൽനോട്ട ചുമതല വഹിക്കുന്ന ADGP ഇപ്പോൾ കോഴിക്കോട്ടില്ല. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഏതായാലും ഷൊർണൂരിൽ ഇയാളെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഷൊർണൂരിൽ കൂടുതൽ സമയവും ഇയാളെ അതെ, കൃത്യമായിട്ട് വളരെ കൃത്യമാണ്. കണ്ണൂരിൽ തെളിവെടുപ്പ് അത് പൂർത്തിയാക്കണം, അതിനുശേഷം എലത്തൂരിൽ എത്തിക്കണം, ഷൊർണൂരിൽ എത്തിക്കണം. നിരവധി കടമ്പകൾ ഇനിയും ബാക്കിയുണ്ട് അന്വേഷണ സംഘത്തിന്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഡാൻ കുര്യനും ഒപ്പം അശ്വിൻ വെല്ലത്തും. ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാരൂഖ് സൈഫിയെ കണ്ണൂർ
റെയിൽവേ സ്റ്റേഷനിലെത്തി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. നേരത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അയാളെ കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുകയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഡാൻ, തെളിവെടുപ്പ് അത് പുരോഗമിക്കുകയാണ് ഇപ്പോഴും? തീർച്ചയായിട്ടും എന്തോ തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ഈ കേസിലെ തെളിവെടുപ്പ് നടക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഈ D1 എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1 കോച്ച് തന്നെയാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം താമസിക്കുന്നതും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇയാൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രതി നൽകിയിരിക്കുന്ന മൊഴി അത് അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അത്തരത്തിലൊരു സഹായം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിന്റെ ചെയിൻ വലിച്ച് നിർത്തിയത്, എലത്തൂർ പാലത്തിന് സമീപത്ത് വെച്ച് ഈ ട്രെയിനിന്റെ ചെയിൻ വലിച്ച് നിർത്തിയത് ഇത്തരത്തിൽ ഇയാളുടെ സഹായിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എവിടെ നിന്നാണ് ഈ ട്രെയിനിൽ കയറിയത്, അയാൾ മലയാളിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ D1 കോച്ചിനുള്ളിലെ പരിശോധനയ്ക്ക് ശേഷം, അതായത് ആദ്യഘട്ടം മുതൽ നമുക്ക് ലഭ്യമായിരുന്ന വിവരങ്ങൾ ഷൊർണൂരിലേക്ക് ആദ്യം തെളിവെടുപ്പിന് ഇയാളെ എത്തിക്കും എന്നതായിരുന്നു. പക്ഷേ ആ ഒരു പ്ലാൻ മാറ്റി ഈ ബോഗിയിലേക്ക്, അതായത് കണ്ണൂരിലെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ, റെയിൽവേ സ്റ്റേഷനിലെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1 കോച്ചിലെ പരിശോധനയ്ക്ക് ശേഷം മാത്രം തുടർന്ന് എലത്തൂരിലും ഷൊർണൂരിലും എത്തിച്ചാൽ മതി എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാകും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും എലത്തൂരിലേക്കാണോ അതോ ഷൊർണൂരിലേക്കാണോ ഇനി അങ്ങ് എത്തിക്കുക എന്ന കാര്യത്തിൽ അടക്കമൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം അല്പസമയം കൂടി ഇവിടുത്തെ തെളിവെടുപ്പ് തുടരും എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഡാൻ കുര്യനാണ് കണ്ണൂരിൽ നിന്നും ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് ഷാരൂഖ് സൈഫിയുമായി. വീണ്ടും മടങ്ങിയെത്താം ഇതേ വാർത്തയിലേക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കണ്ണൂരിലേക്കാണ് നേരെ പോകുന്നത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാരൂഖ് സൈഫിയെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന D1 കമ്പാർട്ട്മെന്റിൽ, D1 കോച്ചിൽ ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരമണിക്കൂറോളമായി അയാൾ ഇപ്പോൾ D1 കോച്ചിൽ അവിടെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. ഇയാളെ എത്തിച്ച സമയത്ത് മാധ്യമങ്ങൾക്ക് അത് ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതിയില്ല. വളരെ മാറി നിന്ന് മാത്രം അയാളെ എത്തിക്കുന്ന ദൃശ്യങ്ങൾ പകർത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും അല്പസമയത്തിനകം തന്നെ ഇയാളെ പുറത്തെത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്ന് എലത്തൂരിലേക്കും ഷൊർണൂരിലേക്കും എത്തിക്കാനുള്ള സാധ്യത ഇല്ല എന്നും ഡാൻ കുര്യനും ഒപ്പം അശ്വിൻ വെള്ളത്തും ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നു പലയിടങ്ങളിൽ നിന്നായി. ഈ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം 5 മണി വാർത്തയുമായി റേഡിയോ എത്തും.